ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജെയിം ജേണി. എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പൊ എന്താണ് സംഗതി എന്ന് വെച്ചാൽ ജയിലറിന്റെ ഫസ്റ്റ് സിംഗിള് നാളെ 6 മണിക്ക് തോന്നുന്നു 6 മണിക്ക് വരും. എന്തായാലും അതിന്റെ ഒരു പ്രൊമോ വന്നിട്ടുണ്ട്. അത് ഒട്ടും പ്രതീക്ഷിക്കാണ്ടിരുന്നു. ഞാൻ പ്രൊമോ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് വലിയ ന്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ജയിലറിന്റെ ഫസ്റ്റ് സിംഗിള് വരാന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും ജയിലർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഒന്ന് രജനീകാന്ത്. ആ മനുഷ്യൻ ഈ പ്രായത്തിൽ കാണിക്കുന്നത് വേറെ ലെവൽ സംഭവമാണ്. പിന്നെ അനിരുദ്ധാണ് മ്യൂസിക്. പറഞ്ഞോണ്ടിരുന്ന കുറെ പറയണേ, നേരെ നമുക്ക് ഈ പ്രൊമോ കാണാം, എന്നിട്ട് അതെങ്ങനെയുണ്ട് ഇത് പറയാം. എനിക്ക് ദൈവമേ വിട്ടുപോയതാണ് ലാലേട്ടനെ വിട്ടുപോയത്. റിലീസ് സോറി ലാലേട്ടൻ, അത് ഞാൻ പറഞ്ഞു വെച്ചിട്ട് തുടങ്ങി കഴിഞ്ഞപ്പോ വിട്ടുപോയതാണ്. റിലീസ് സോറി. കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ, അതിന്റെ ആദ്യം വന്ന ചെറിയൊരു സംഭവം ഉണ്ടല്ലോ, ചെറിയൊരു പ്രൊമോ വീഡിയോ മാത്രം, അതില് എന്തായിരുന്നു അല്ലേ, ജസ്റ്റ് ഒരു മുടിയും സ്റ്റൈലും എന്തായാലും ഇത് നമുക്കൊന്ന് കാണാം, എന്നിട്ട് പറയാം. ഓക്കെ, റെഡി. இன்னைக்கு என்ன சொல்ல போறான்னு தெரியலையே, ஒவ்வொரு நாளும் போராட்டமா இருக்குது தலைவா. நடக்கணும் டைரக்டர் சார், தலையிட்டு போட்டோ ரஜினிகாந்த் சார். அண்ணா சாப்பாடு வெளியே வச்சுட்டு போயிடுங்கண்ணா. ஜி ஜி உங்க படம் டைரக்டர் ஜி, சாப்பாடு இல்ல. நெல்சன் ஐயோ, அடுத்த 1.5 மாசம் இவன் கூடியா? അങ്ങനെ സോറി 6 ജൂലൈ 6-ാം തീയതി, ജൂലൈ 6-ന്. ഓക്കെ, 2023 അന്നാണ് പടം ഇറങ്ങണത്. സോറി, വീണ്ടും തെറ്റിയത്. പടം ഇറങ്ങല്ല, ഫസ്റ്റ് സിംഗിൾ ഇറങ്ങണത്. ഓക്കെ, അപ്പൊ നാളെ അല്ല കേട്ടോ, നാളെ ഞാൻ വേറെ വിട്ടുപോകാം. അതുപോലെ സലാറ് വരുന്നുണ്ട്. നടക്കട്ടെ, വേറെ വലിയ സബ്ജക്റ്റ്. അപ്പോ ഇത് സംഭവം നൈസായിട്ട്, കാരണം ഇങ്ങനെ ഒരു സംഭവം ചെറിയൊരു അല്ലെ, ഒരു ടോപ്പിക് എടുത്ത് ചെറിയൊരു കണ്ടന്റ് ആക്കി സംസാരിച്ച് ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ തുടക്കത്തിൽ തന്നെ നെൽസന് പോകുമ്പോ ഫുഡ് അവിടെ പുറത്ത് വെക്കുന്ന പറഞ്ഞിട്ട്, നെൽസൺ എന്ന് പറയുമ്പോ പറഞ്ഞേട്ടാ, നീ അടുത്ത 1.5 മാസം എന്റെ കൂടെയാണോ ദൈവമേ എന്ന് പറയണതൊക്കെ രസമായിട്ടുണ്ട്. പിന്നെ അതിനകത്ത് പൊതുവെ ഇപ്പൊ കുറെ ചില സിനിമകളിലൊക്കെ ഈ പാട്ടിലൊക്കെ വന്ന് സംസാരിച്ചു നമുക്ക് അറിയാം, ആള് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പോലെ അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. അത് നമ്മളെ ഇവിടെ ഇപ്പൊ ജെയ്ക്സ് ബിജോയ് അല്ലെങ്കിൽ അനിരുദ്ധമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പറയേണ്ടത് നമ്മുടെ മറ്റേ ചെക്കനെയാണ്. എന്താ പേര്, മറ്റേ പയ്യനുണ്ടല്ലോ നമ്മുടെ സുഷിൻ ശ്യാമോ. ഓ മോനെ, ഇവർ രണ്ടും ഏകദേശം, ഇവിടെ മലയാളത്തിൽ സുഷിനാണെങ്കിൽ അവിടെ അനിരുദ്ധ ഒരു പറച്ചിൽ തന്നെ ഉണ്ട്. അപ്പൊ അനിരുദ്ധിന്റെ സോങ്ങിനുള്ള ഒരു ജയിലറുടെ പാട്ടൊക്കെ റെഡിയൊക്കെ എനിക്ക് അമ്മോ, ജയിലറിലെ പാട്ട് ആകോ തലമതി എങ്കണ്ണ അണ്ണന്റെ റെഡിയൊക്കെ വേറെ ലെവലായിരുന്നു. ഒന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കാം. ഓക്കെ, അടിപൊളിയായിരുന്നു. ഇനി ആലോചിച്ച് പറയണം ഓരോന്നും. ഇത് ഈ ആ കാവാലയ്യ എന്ന് പറഞ്ഞിട്ട് ആരുടെ സംഭവം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമായിട്ടോ, അടിപൊളിയാണ്. എനിക്കൊന്ന് നല്ല ആ ബീറ്റില് വേറെ ഒരു ലെവൽ തന്നെ ആയിരിക്കും. പിന്നെ അനിരുദ്ധിന്റെ മ്യൂസിക്കിന്റെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ, അത് ഈ റോക്ക് ടൈപ്പ് സാധനങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ മ്യൂസിക് അനുസരിച്ച് നമ്മളിങ്ങനെ ആ വൈബില് വരും. നമ്മൾ തുള്ളും, ആ ഒരു സാധനം വരും, ആ ടൈപ്പ്. ഇത് തമന്നയാണെന്ന് പറഞ്ഞത് എന്താ സംഭവം, തമന്ന അതിൽ ചെയ്യുന്നുണ്ടോ, തമന്നയാണോ പാടിയത്, ആ സൗണ്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അറിയില്ല. എന്തായാലും തമന്ന ഉള്ള സംഭവമാണ്. മൊത്തത്തിൽ ജയിലർ എന്ന് പറയുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. തമന്ന ഉണ്ട്, അത് ഓക്കെ. ഞാൻ പറഞ്ഞത് പാട്ടവരാണോ എന്നാണ് ചോദിച്ചത്. അപ്പോ ആയിരിക്കാം, അതല്ലേ ഞാൻ ചോദിച്ചത്. ഇപ്പോ എന്താ റിപ്പീറ്റ് അടിക്കണം. അപ്പോ ജയിലർ എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയാണ്. ഇതിൽ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ലാലേട്ടൻ, ഞാൻ അത് വിട്ടുപോയതുകൊണ്ട് വീണ്ടും പറയണം. ലാലേട്ടൻ എന്ന് പറയുന്നത് ആ ചെറിയൊരു സാധനം, എനിക്കൊന്ന് 2-3 സെക്കൻഡ് ജസ്റ്റ് ഇങ്ങനെ വന്നു പോയൊരു സാധനങ്ങൾ, അത് ഭയങ്കരമാണ്. ആ ലുക്കൊക്കെ അടിപൊളിയായിരുന്നു. ഭയങ്കര സംഭവം. നീ പറ, കൈ, കാല്, ഡ്രസ്, കണ്ണ്, ലാലേട്ടനെ കുറിച്ച് എല്ലാം പറയേണ്ടി വരും. ഓക്കെ, അപ്പൊ ആള് ഇതിന്റെ സിംഗിളിൽ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാവോ, ആൾ എവിടെയെങ്കിലും ഉണ്ടാവുന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. എന്നാലും സംഭവം നൈസായിട്ടെന്താണ് പറഞ്ഞു വന്നത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? ഗസ്റ്റ് റോൾ ആണെങ്കിൽ പോലും കുറച്ച് നേരമുള്ള 1/2 മണിക്കൂർ എങ്ങാണ്ടോ ഒരു ഇത്രയുള്ള സാധനം എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് അറിയില്ല കേട്ടോ കറക്റ്റായിട്ട്. വലിയ റോൾ ആവട്ടെ, ഗസ്റ്റ് ആണെങ്കിൽ പോലും ഒരു 1/2 മണിക്കൂറെങ്കിലും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വില്ലനാണോ എന്നും അറിയില്ല. എന്തായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കമന്റിൽ രേഖപ്പെടുത്തുക. പിന്നെ ലാലേട്ടൻ ഗസ്റ്റ് റോൾ ആണോ, കൂടുതൽ നേരം ഉണ്ടാവുമോ എന്നുള്ള അറിയിക്കില്ല, അതും കൂടെ ഒന്ന് കമന്റ് രേഖപ്പെടുത്തുക. കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലോ.
അടുത്ത വീഡിയോ കാണാം. കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ടാറ്റ.